ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പോളയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എഗ്ഗ് പോള ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടിയായിട്ട് അരിഞ്ഞ സവാള. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളകാണ്. അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളിയുടെ നിറം ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂണോളം കുരുമുളക്, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുവേ. അപ്പോൾ ഇത്രയും ഇട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക, വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ മസാല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് പാല്, 1 മുട്ട, 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ദോശ പരുവത്തിൽ കിട്ടും കേട്ടോ. ദോശയുടെയൊക്കെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത്. അത്രയും മാത്രം മതി. ഇനി നമുക്ക് പോള ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അടുപ്പത്തോട്ടൊരു പാൻ വയ്ക്കുക. ഒരു കടായിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ അളവിലൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. പാത്രത്തിൻ്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ നേരെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ 2 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസായിട്ട് റൗണ്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് മുഴുവനായിട്ട് ചുറ്റിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് ബാക്കിയിരിക്കുന്ന ആ ഒരു ബാറ്ററും കൂടി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 5 മുതൽ 6 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ മോൾ വശം മുഴുവൻ കുക്കായിട്ടുണ്ടാവും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ടാവും. ഇനി ഇതിൻ്റെ പുറത്തോട്ട് പിന്നെയും കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഇനിയും ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി മറിച്ചിട്ട് കൊടുത്തിട്ട്. അപ്പോഴേക്കും നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് മുറിക്കുന്ന ടൈമിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഓരോ കടിക്കും ആ ഒരു മുട്ടയും കൂടി ചേർത്ത് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.